ദേവകളായ ജനങ്ങൾക്കു വേണ്ടിട്ടു ദേവകീ നന്ദനായ കൃഷ്ണഹരി ചേറുമ്പുരണ്ടോ ചെറിയൊരു പൈതലായി അമ്പാടി തന്നിൽ വളർന്ന കൃഷ്ണഹരി. സൗമ്യമായ മാഘമാസം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. ഈ ശുക്ലപക്ഷത്തിൽ എനിക്ക് ദേഹം ഉപേക്ഷിക്കാൻ അല്ലയോ ചെന്താമരക്കണ്ണ എന്നെ അനുവദിക്കണേ പുരുഷോത്തമ. എനിക്ക് അനുവാദം തന്നാലും അവിടത്തെ അനുഗ്രഹത്താൽ എനിക്ക് സൽഗതി ഉണ്ടാവണമേ എന്ന് ഭീഷ്മർ പ്രാർത്ഥിച്ചത് കേട്ട ഭഗവാൻ, അല്ലയോ ഭീഷ്മ, അങ്ങയുടെ ശരീരം ത്യജിച്ച് വസുക്കളിൽ പോയി ചേർന്നാലും മഹാതേജസ്വിയാണ് അങ്ങയിൽ പാപം ലവലേശം പോലും തീണ്ടിയിട്ടില്ല. രാജഋഷിയായ മാർക്കണ്ഡേയനെ പോലെ പിതൃഭക്തനാണ്. അതിനാൽ മൃത്യു പോലും അങ്ങയ്ക്ക് വശങ്കതനാണ്. ഇതെല്ലാം കേട്ട ഭീഷ്മർ പാണ്ഡവരോടും ധൃതരാഷ്ട്രരോടും അവിടെ കൂടിയിരുന്ന മറ്റു രാജാക്കന്മാരോടുമായിട്ട് പറയാണ്, നിങ്ങൾ എപ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കണം. സത്യമാണ് ഏറ്റവും വലിയ ബലം. ഇന്ദ്രിയ മനസ്സ് ബുദ്ധികളെ അടക്കി തപോനിഷ്ഠന്മാരായും ധർമ്മനിഷ്ഠന്മാരായും വേണം ജീവിക്കാൻ. ഇത്രയും പറഞ്ഞ് ഭീഷ്മരെ വിരമിച്ചു. കുറച്ചു നേരം എല്ലാവരെയും നോക്കിക്കിടന്നു. പതുക്കെ ഭീഷ്മപിതാമഹൻ്റെ ശരീരം നിശ്ചലമായി. പ്രാണൻ പയ്യെ പയ്യെ മേലോട്ട് കയറാൻ തുടങ്ങി. ഓരോരോ അവയവങ്ങളിൽ നിന്നായി അദ്ദേഹം പ്രാണനെ ഉപസംഹരിക്കാൻ തുടങ്ങി. അവയവങ്ങളിൽ തറച്ചു നിന്നിരുന്ന അമ്പുകൾ ഓരോന്നായിട്ട് കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. ഇത് കണ്ട മഹാജനങ്ങൾ അത്ഭുതപ്പെട്ടു നിന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ മൂർധാവ് ഭേദിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു. ആ ആത്മാവ് ക്ഷണനേരം കൊണ്ട് അന്തർധാനം ചെയ്തു. അങ്ങനെ ശാന്തനു നന്ദനായ വേദവ്രതൻ കാലത്തിനോട് ലോചിച്ച് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. യുധിഷ്ഠിരൻ അനുജന്മാരോടും വിതുരൻ, ധൃതരാഷ്ട്രൻ, യുയുത്സു എന്നിവരോടും കൂടി ഭീഷ്മ ശരീരത്തെ പട്ടുവസ്ത്രങ്ങളാലും സുഗന്ധദ്രവ്യങ്ങളാലും മാല്യങ്ങളാലും മൂടി ആ പുണ്യദേഹം അഗ്നിയിൽ എടുത്തു വച്ചു. ചന്ദനം, നെയ്യ് എന്നിവ ഹോമിച്ച് ആ ശരീരം ദഹിപ്പിച്ചു. പിന്നീട് ഗംഗാനദിയിലിറങ്ങി ഭീഷ്മർക്ക് ഉദകക്രിയ ചെയ്യാൻ തയ്യാറായി. എല്ലാവരും ഗംഗയിലിറങ്ങി ഭീഷ്മന് ഉദകം ചെയ്തു. പുത്രന് ഉദകം ചെയ്യുമ്പോൾ ദുഃഖാർത്തയായ ഗംഗാദേവി തൽസ്വരൂപം സ്വീകരിച്ച് ഗംഗയിൽ ഉയർന്നു വന്നു. കുരുവംശത്തിൻ്റെ യശസ്തംഭവും പിതൃഭക്തനും മഹാവൃതനും മഹാപ്രജ്ഞനുമായ എൻ്റെ മകൻ ദേവവൃതനെ ഭാർഗവരാമൻ തൻ്റെ കയ്യിലുള്ള എല്ലാ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത്രയ്ക്കധികം പ്രഭാവശാലിയായ എൻ്റെ മകനെ ഈ ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയിൽ നിന്നും മരണം അനുഭവിക്കേണ്ടതായിട്ട് വന്നൂലോ എന്ന് കേണു. ഇതോർക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരുകയാണ്. കാശി രാജാക്കന്മാരുടെ സ്വയംവരത്തിന് വന്നു ചേർന്ന എല്ലാ രാജാക്കന്മാരെയും ഒറ്റയ്ക്ക് തോൽപ്പിച്ച ആ ഭീഷ്മന് ഈ ശിഖണ്ഡിയുടെ കൈകൊണ്ട് അന്ത്യം വന്നുവല്ലോ എന്നോർക്കുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. കുരുക്ഷേത്രത്തിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ സ്വന്തം ഗുരുവായ രാമനെ കീഴടക്കിയവനാണ് എൻ്റെ പുത്രൻ. അദ്ദേഹത്തിനെ നിസ്സാരനായ ശിഖണ്ഡിയാൽ കൊല്ലപ്പെട്ടുവല്ലോ എന്നോർത്താൽ
എൻ്റെ ഹൃദയത്തിലെ സങ്കടം പറഞ്ഞറിയിക്ക വയ്യ. ഇങ്ങനെ ഗംഗാദേവി വിലപിച്ചപ്പോൾ ഭഗവാൻ ഗംഗാദേവിയെ സമാശ്വസിപ്പിച്ചത് ഇങ്ങനെയാണ്. നമ്മുടെ മഹാഭാരത സമ്പൂർണത്തിൽ 37ാമത്തെ ഭാഗം കേൾക്കൂ. ദേവവ്രതൻ, അവിടെ ഈ ഭീഷ്മരുടെ ജനനമൊക്കെ പറയുന്നുണ്ട്. 39ാമത്തെ ഭാഗത്തിലാണ് കാശി രാജകുമാരിയുടെ വിവാഹത്തിന് പോയി മറ്റു രാജാക്കന്മാരെ തോൽപ്പിച്ച കഥ. അംബ, അംബിക, അംബാലിക. അതും കേൾക്കൂ. എല്ലാവരും ഓർമ്മപ്പെടുത്തലായിത്തീരും. പുണ്യദർശകയായ അലയോ ഗംഗാദേവി, അവിടുത്തെ പുത്രൻ പുണ്യലോകങ്ങളെ പ്രാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം തേജസ്വിയായ വസു ആയിരുന്നു എന്നും വസിഷ്ഠ മഹർഷിയുടെ ശാപം കൊണ്ടാണ് അദ്ദേഹത്തിന് മനുഷ്യ ശരീരം എടുക്കേണ്ടതായിട്ട് വന്നത് എന്നും എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ദേവി ഇതോർത്ത് എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കണത്? ശാപം തീർന്ന് സ്വസ്ഥാനത്തെ പ്രാപിച്ച പുത്രനെ ഓർത്ത് ദുഃഖിക്കരുത്. മുന്നിൽ നിന്ന ശിഖണ്ഡിയുടെ അമ്പുകൾക്ക് ഭീഷ്മന്റെ ദേഹത്തിൽ ഒരു ചെറിയ വ്രണം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ നരനായി പിറന്ന അർജുനൻ്റെ അമ്പുകൾ തന്നെയാണ് ഭീഷ്മനെ വീഴ്ത്തിയത്. ദേവി, വില്ല് കുലച്ചു നിൽക്കുന്ന ഭീഷ്മനെ ദേവേന്ദ്രന് പോലും എതിരിടാൻ കഴിയൂ? സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ തൻ്റെ ഇച്ഛ അനുസരിച്ച് തന്നെയാണ് ഈ ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നത്. ദേവന്മാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുമോ? അത്രയ്ക്ക് പരമോന്നതനാണ് അങ്ങയുടെ പുത്രൻ. അദ്ദേഹത്തിനെ ഓർത്ത് ദേവി വിലപിക്കാതിരിക്കൂ. ഭവതിയുടെ മകൻ വസുക്കളിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെ പറ്റി ദുഃഖിക്കുന്നത് വ്യർത്ഥമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ട ഗംഗാദേവി വീണ്ടും ഗംഗയിൽ തന്നെ അപ്രത്യക്ഷയായി. മഹാനദിയായ ഗംഗയുടെ അനുവാദം വാങ്ങിയ യുധിഷ്ഠിരൻ, കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാര്, ധൃതരാഷ്ട്രര്, വിതുരൻ, യുയുത്സു എല്ലാവരുമായിട്ട് ഭീഷ്മ പിതാമഹൻ്റെ ഉദകം ചെയ്ത് കരകയറി. ഇവിടെയാണ് അനുശാസന പർവം അവസാനിക്കുന്നത്. അടുത്തതായിട്ട് അശ്വമേധ പർവം തുടങ്ങണം. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.